ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനത്തിന് 4 അധ്യായമാണ്. 4 അധ്യായങ്ങൾ. 4 അധ്യായങ്ങളിൽ സവിശേഷമായ 4 ചിന്തകൾ അടക്കം ചെയ്തിട്ടുണ്ട്. ആ ചിന്തകളെ ഒന്ന് പെറുക്കി നിങ്ങളുടെ ഉള്ളിൽ കടുക്കി വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിഷയത്തിൻ്റെ ക്രമമനുസരിച്ച് പഠിച്ചോണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ 4 സവിശേഷതകളാണ് ഫിലിപ്പിയ ലേഖനം നമുക്ക് നൽകുന്ന 4 അധ്യായങ്ങൾ. 4 സവിശേഷതകൾ. ഇപ്പം മനസ്സിലായോ? ഒരു തുണ്ട് പേപ്പറുമായിട്ടൊക്കെ വരേണ്ടതായിരുന്നെന്ന് മനസ്സിലായോ? മനസ്സിലായി. സ്തോത്രം. നാളെ രാവിലെയും നാളെ വൈകിട്ടും ഈ കുഴപ്പം ഉണ്ടാകരുത്. ഒരു നോട്ട്ബുക്കൊക്കെ ആയിട്ടെങ്കിൽ പോരണം. പറയുന്നതൊക്കെ കുറിച്ചുകൊണ്ട് പോകണം. കുറിക്കാൻ കയ്യിൽ വല്ലതും കൊണ്ടേ പോകാവൂ പ്രസംഗം കേൾക്കാൻ. കുറിക്കാനൊന്നും കൊണ്ടുപോയില്ലെങ്കിലും ബാഗിനകത്ത് കുറിക്കാൻ വല്ലതും കൊണ്ടുപോകുന്ന പുള്ളികളുണ്ട്. ആഹാ, കുഞ്ഞുങ്ങളുടെ പേരൊക്കെ പറഞ്ഞാൽ ഇത് കൊണ്ടുവരുന്നത്. അതെ, കുഞ്ഞിന് വല്ലതും വേണം പാസേ, അതിന് വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ കുഞ്ഞ് കിടന്ന് ഉറങ്ങുകയും തള്ള കുറിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് യോഗങ്ങളിൽ. കുഞ്ഞിന് ചോറ് കൊടുത്ത് അമ്മയുടെ വാ പൊള്ളിയെന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ. ഓക്കെ. അപ്പം നാളെ മുതലുള്ള യോഗത്തിന് വല്ലതൊക്കെ കുറിച്ചെടുത്തോണ്ട്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, ഓക്കെ, യൂത്ത്സ്, ടീനേജുകാരെല്ലാം ശ്രദ്ധിച്ചോണം. ഏത് യോഗത്തിന് ഞാൻ വരുമ്പോൾ മാത്രമല്ല, നിങ്ങളുടെ പാസ്റ്റങ്ങൾ സ്ഥിരം ഇവിടെ പ്രസംഗിച്ചാലും അത് കുറിച്ചെടുക്കണം. ഞാൻ ശുശ്രൂഷിക്കുന്ന എൻ്റെ ചേർച്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1 മാസം കഴിയുമ്പോൾ അവരുടെ പ്രസംഗക്കുറിപ്പ് ഞാൻ നോക്കും. പ്രസംഗക്കുറിപ്പുകളെ കുറിച്ച് വെച്ചിരിക്കുന്ന നോക്കി ഞാൻ തന്നെ അതിന് മാർക്കിടാറുണ്ട്. ഏറ്റവും നന്നായി കുറിച്ചവർക്ക് ഞങ്ങൾ പ്രത്യേക ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പം മത്സരിച്ചങ്ങ് കുറിക്കുക. ഞാൻ പറയാത്തതും കൂടെ കുറിച്ച് വെച്ചേക്കുക അതിനകത്ത്. ആഹാ, ഓക്കെ. എന്നാലും കുറിക്കുന്നുണ്ടല്ലോ, അത് വലിയ സന്തോഷമാണ്. അപ്പോൾ വേദോത്സവത്തോട് ചേർന്നൊരു ഒരു നോട്ട്ബുക്കും കൂടെ കരുതിയിരിക്കണം എപ്പോഴും. എല്ലാ പ്രസംഗകരുടെയും കുറിപ്പ്. ഈ പ്രസംഗങ്ങളെയൊക്കെ അങ്ങനെ അങ്ങോട്ട് ഓർത്തിരിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ഭാവിയെ തന്നെ ഒത്തിരി അനുഗ്രഹിക്കുന്നതാണ്. ജീവിതത്തിൽ മറ്റു തരം മേഖലകൾ എത്തുമ്പോൾ പോലും ഈ കേട്ട പ്രസംഗം നിങ്ങളെ നന്നായി നടത്തും. ഒരിക്കലൊരു കൺവെൻഷൻ സ്ഥലത്തോട്ട്, അവിടം വരെ കാർ പോകത്തില്ല. അപ്പം കൺവെൻഷൻ പ്രസംഗം വരുമ്പോഴത്തേക്ക് കാർ അടുത്ത വീട്ടിലോട്ട് കയറ്റി ഇട്ടിട്ട് അദ്ദേഹത്തെയും കൊണ്ട് ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞൊരു പയ്യനെ പറഞ്ഞു വിട്ടു. അവിടെ വഴി പോയി നിൽക്കണം, സാർ ഇപ്പോൾ പ്രസംഗിക്കാൻ വരും. അന്നേരം വണ്ടി ഇങ്ങോട്ട് വരത്തില്ല, അവിടെ റോഡ് ഇങ്ങനെ കുണ്ടും കുഴിയായിട്ട് കിടക്കുക. അപ്പോൾ കാർ അവിടെ ഇട്ടിട്ട് സാറിനെയും കൊണ്ട് നീ ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞൊരു പയ്യനെ പറഞ്ഞു വിട്ടു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പയ്യനാണ്. അവൻ പോയി ഇങ്ങനെ ട്രാഫിക് പോലീസിനെ പോലെ റോഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അന്നൊക്കെ അവിടെ വല്ലപ്പോഴും ഒരു കാറൊക്കെ വരത്തുള്ളൂ. മാർക്ക് 4 അംബാസഡർ വെളുത്ത കാറ് വരികയാണ്. പ്രസംഗിക്കാൻ വരുന്ന ആരാന്നറിയാം? എം ഇ ചാക്കോ സാറാണ്. എം ഇ ചാക്കോ സാർ തിയോളജിയനാണ്. ദൈവദാസന്മാർക്കൊക്കെ അറിയാം എം ഇ ചാക്കോ സാറിൻ്റെ തിയോളജി. ഒരു വലിയ ഗ്രന്ഥമുണ്ട്, അതിൻ്റെ ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളൊരു മഹാമനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ഇങ്ങനെ റോഡിൻ്റെ നടുക്ക് കയറി നിന്ന് കാറിനെ തടഞ്ഞു നിർത്തി. അപ്പോൾ അവരിങ്ങനെ അത്ഭുതത്തോടെ നോക്കി. കൊച്ചു പയ്യൻ, ഒരു മെല്ലിച്ച പയ്യൻ നിന്ന് കാർ തടയുന്ന എന്താ കാര്യമെന്നറിയാൻ ഇങ്ങനെ തലവെളിയിലോട്ട് പറഞ്ഞു, അങ്ങളെ വണ്ടി അങ്ങോട്ട് പോകത്തില്ല, അതുകൊണ്ട് സാറിനെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ എന്നെ വിട്ടതാണ്, വണ്ടി ദേ ആ മുറ്റത്തോട്ട് കയറ്റിയിടണമെന്ന് പറഞ്ഞു. ആ അത് ശരി, എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് പോകാം, ബാവുവേ നീ കാർ അങ്ങോട്ട് കയറ്റിയിട്ടിട്ട് വന്നേരെ എന്ന് പറഞ്ഞിട്ട് എം ഇ ചാക്കോ സാർ ഇറങ്ങി ഈ പയ്യനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എടാ കുഞ്ഞെ, എനിക്കൊരു ഊന്നുവടി വേണം, നടക്കാൻ വയ്യ, ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ ഈ പയ്യന് ഊന്നുവടി എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല. അവനിങ്ങനെ വട്ടത്തിലൊരു വടി നോക്കി നടന്നപ്പോൾ പറഞ്ഞടാ മണ്ടച്ചാരെ, വടിയെന്ന് ഞാൻ പറഞ്ഞത് നിന്നെ എനിക്കൊന്ന് സഹായമായിട്ട് ഊന്നുവടി പോലെ പിടിച്ചോണ്ട് പോകണം, അതിന് നീ എന്നോട് ചേർന്ന് നിൽക്കാൻ പറഞ്ഞു. ഓ അങ്ങനാണോ, എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അവനങ്ങനെ ചേർന്ന് നിന്നു. അങ്ങനെ അവനെ ഇങ്ങനെ പിടിച്ച് പതിയെ അങ്ങോട്ട് നടന്നു പോയ വഴിക്ക് ഈ ചാക്കോ സാർ ചോദിച്ചു, മോനെ ഇന്നലെ മെനഞ്ഞാൻ നോക്കി എങ്ങനെ ഉണ്ടായിരുന്നു കൺവെൻഷൻ? അനുഗ്രഹമായിരുന്നു പാസങ്ങളെ. ഇന്നലെ ആരാ പ്രസംഗിച്ച്? ഇന്നലെ പ്രസംഗിച്ചത് കാനവച്ചനായിരുന്നു. എന്തുവായിരുന്നു വിഷയം? വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ വാഞ്ചിക്കണം, രക്ഷയ്ക്കായി വളരണം, രക്ഷയുടെ 3 കാലങ്ങളെക്കുറിച്ചൊക്കെയാണ് പ്രസംഗിച്ചത്. ആഹാ, അതിൻ്റെ തലേദിവസം PC എബ്രഹാം പുതുപ്പള്ളിയിലെ ഒരു അച്ഛനായിരുന്നു. എന്തായിരുന്നു വിഷയം? അത് വിശ്വാസത്താൽ റാഹാബ് രക്ഷപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് പറയുക. അത് എബ്രായ ലേഖനും യോശുവയുടെ പുസ്തകം കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു നല്ല മെസ്സേജായിരുന്നു. അത് ശരി. അപ്പോൾ ആദ്യത്തെ ദിവസം ആരായിരുന്നു? ആദ്യത്തെ ദിവസം ആ കാലം എപ്പോഴെന്നറിയായികയാൽ നിങ്ങൾ ഉണർന്നിന് കൊള്ളുവീൻ, യേശുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചൊരു പ്രസംഗമായിരുന്നെന്ന് പറഞ്ഞു. എം ഇ ചാക്കോ സാറ് സ്തംഭിച്ചു പോയി. അദ്ദേഹം ഈ വശത്ത് ഊന്നുവടി പോലെ പിടിച്ചിരുന്ന പയ്യനെ നേരെ മുമ്പിലോട്ട് പിടിച്ച് അദ്ദേഹത്തിനോട് ചേർത്ത് നിർത്തി. 7 വയസ്സുകാരൻ പയ്യൻ, അദ്ദേഹത്തിൻ്റെ നെഞ്ചകം വരെ പോലും പൊക്കമില്ല, അങ്ങനെ ഒരു കൊച്ചു പയ്യനെ ചേർത്തങ്ങോട്ട് നിർത്തിയിട്ട് ആ പെരുവഴിയിൽ വെച്ച് തന്നെ വലത് കൈയെടുത്ത് അവൻ്റെ തലയിലോട്ട് വെച്ചിട്ട് ഒരൊറ്റ അനുഗ്രഹം പ്രാർത്ഥിച്ചത് ഇങ്ങനെ, കർത്താവ് ഇവൻ ആരുടെ കുഞ്ഞാണെന്ന് എനിക്കറിയത്തില്ല, ഏത് വീട്ടിലെയാണെന്നും അറിയത്തില്ല,
ഇന്നലെ 3 ദിവസം നടന്ന യോഗത്തിൻ്റെ വിഷയങ്ങൾ ഇത്ര കൃത്യമായി എന്നോട് പറഞ്ഞ് ഈ മോനെ ലോകമറിയുന്നൊരു സുവിശേഷകനായി മാറാൻ, ഒരു പ്രസംഗകനായി മാറാൻ ഞാൻ ഈ വഴിയിൽ വെച്ച് ഇവനെ അനുഗ്രഹിക്കുന്നു. ഒറ്റ അനുഗ്രഹം. പ്രാർത്ഥന കഴിഞ്ഞ് ഈ പയ്യനിങ്ങനെ മുകളിലോട്ട് ആകാശത്തോട്ട് നോക്കുന്ന പോലെ നോക്കണം. ഇദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. നോക്കിയപ്പം കണ്ണാടി എടുത്തിട്ട് നിറഞ്ഞ കണ്ണുനീർത്തുള്ളി അദ്ദേഹം ഇങ്ങനെ തുടച്ച് മാറ്റുക, കരഞ്ഞ പ്രാർത്ഥിച്ച്. ആ പ്രാർത്ഥന അങ്ങ് ഗുണമായി. ആ പയ്യൻ 7ാം ക്ലാസ്സുകാരൻ പയ്യൻ ആരാന്നറിയാമോ? ആ പയ്യനായി നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ എബി എബ്രഹാം എന്ന ദൈവദാസ്. അന്ന് കിട്ടിയ ഒരു അനുഗ്രഹമാ പ്രസംഗകനാകാൻ. പ്രൈസ് ദി ലോർഡ്. പെരുവഴിയിൽ വെച്ച് കിട്ടിയ ഒരു അനുഗ്രഹമാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രസംഗകൻ, ലോകമറിയുന്ന ഒരു പ്രസംഗകൻ പെരുവഴിയിൽ വെച്ച് തല കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന വിഫലമായില്ല. ഞാൻ കുഞ്ഞുങ്ങളോടാണ് ഇത് പറഞ്ഞത്. 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ കൺവെൻഷൻ ആര് പ്രസംഗിച്ചാലും കൃത്യമായിട്ട് ആ വിഷയം വാക്യമടക്കം പറയാൻ അന്നേ ഭയങ്കര കമ്പമായിരുന്നു. ഇന്നും അത് മാറിപ്പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാം, വിഷയം മറന്നു പോകരുത്. വചനത്തെ നമ്മൾ മാനിച്ചാൽ വചനം നമ്മളെ അങ്ങ് മാനിക്കും. വചനം നിന്നെ അങ്ങ് പൊക്കിക്കോളും. അതുകൊണ്ട് ഇതെല്ലാം കുറിച്ചെടുക്കണം. എൻ്റെ കുറിപ്പുകൾ ഒത്തിരി ബുക്കുകളുണ്ട്, ഡയറികളും ബുക്കുകളും ഒക്കെ ആയിട്ട് ഒത്തിരി ഉണ്ട്. ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്കത് ഉപകാരമാകുന്നുണ്ട്. ഞാൻ പറയുന്നത് മറന്നു പോകരുത്. വചനത്തെ അങ്ങനെ ഹൃദയത്തിൽ കരുതിക്കൊള്ളണം. സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ 4 സവിശേഷതകൾ വെളിപ്പെടുത്തുന്ന 4 അധ്യായങ്ങളാണ് ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത്. 4 കാര്യങ്ങളെക്കുറിച്ചോണം. 1, 2, 3, 4 പറയാം. ഒന്നാമത്തേത് ദ പർപ്പസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്നതാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം. കൺവെൻഷൻ ചർച്ചിനകത്ത് ക്രമീകരിച്ചത് നന്നായി. പാസ്റ്റർക്ക് ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകും. കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും പുറത്ത് പറയാൻ പറ്റത്തില്ല. നമ്മൾ മാത്രം ഇരുന്ന് പഠിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മൾ മാത്രം പഠിക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട്. നമ്മൾ പൊതുജനം കൂടെ പഠിക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ അകത്ത് നടത്തേണ്ട യോഗമുണ്ട്, പുറത്ത് കപ്പക്കാലയിലെ റബ്ബർ തോട്ടത്തിലൊക്കെ നടത്തേണ്ട യോഗങ്ങളുണ്ട്. അതിനകത്ത് എല്ലാവരും കൂടെ വന്നോളും. നാട്ടുകാർ മുഴുവനും വന്നോളും. ശശിയും ഗോപിയും രമണിയും കല്യാണിയും ഗോമതിയും അബ്ദുൾ റഹ്മാൻ ലത്തീഫും ലൈല ബീവിയും പിന്നെ പാപ്പച്ചനും കറിയാച്ചനും അന്നമ്മയും ജന്നമ്മയും ശോശാമ്മയും എല്ലാവരും വന്നോളും. അപ്പോൾ എല്ലാവരും കൂടെ കേൾക്കേണ്ട സുവിശേഷമുണ്ട്. നമ്മൾ മാത്രമായി ചർച്ചിനകത്തിരുന്ന് കേൾക്കേണ്ട സുവിശേഷമുണ്ട്. അതിലൊരു സുവിശേഷമാണ് ഞാൻ ഇന്ന് രാത്രി പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ 4 സവിശേഷതകൾ. ഒന്നാമത്തേതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം. കണ്ടോ? ദ പർപ്പസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ദ പർപ്പസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. സ്തോത്രം. 1-ാം അധ്യായം അതിൻ്റെ 10-ാമത് വാക്യം ബ്രാക്കറ്റിൽ കുറിച്ചോണം. 1:10. ദ ക്രിസ്ത്യൻ ലൈഫ്, ദ പർപ്പസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്നതാണ്. വിവരണം ഞാൻ പിന്നാലെ തരാം. രണ്ടാമത്തേത് ദ പാറ്റേൺ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ മാതൃക, ആത്യന്തികമായ മാതൃക. ആരെ നോക്കി വേണം ക്രിസ്ത്യ ജീവിതം നയിക്കാൻ? എന്താണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഉദാത്തമായ, ഉന്നതമായ, ഉത്കൃഷ്ടമായ മാതൃക എന്നതാണ്. 2-ാം അധ്യായം 5-ാം വാക്യമാണ്. 2-ന്റെ 5-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 1-ാം അധ്യായം എന്ന് പറഞ്ഞാൽ ദ പർപ്പസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. 2-ാം അധ്യായം എന്ന് പറഞ്ഞാൽ ദ പാറ്റേൺ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്ത്യ ജീവിതത്തിൻ്റെ മാതൃക എന്നതാണ്. ഓക്കെ. 3-ാം അധ്യായം എന്ന് പറയുന്നത് ദ ഹോപ്പ് ഓഫ് ക്രിസ്ത്യൻ ലൈഫാണ്, ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രത്യാശ. ദ ഹോപ്പ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്നതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആത്യന്തിക പ്രത്യാശ. 3:20-21 വാക്യം. 3-ാം അധ്യായം 20-21 ആണ് അതിൻ്റെ വാക്യം. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആത്യന്തിക പ്രത്യാശ. ഓരോന്നും ഞാൻ വിശദീകരിക്കാം, നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട. ഇപ്പം ആദ്യം ഈ 4 കാര്യങ്ങളൊന്ന് കുറിച്ചോണം. ഓക്കെ. ഇനിയും 4-ാമത്തെ ചിന്ത കേട്ടോണം. 4-ാമത്തെ അധ്യായത്തിലാണത് പറയുക. ദ പവർ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ശക്തീകരണം. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ശക്തി അതെന്താണെന്നാണ് 4-ാം അധ്യായം. ഓക്കെ. അപ്പം 4 കാര്യങ്ങൾ കിട്ടിയല്ലോ. ഒന്നുകൂടെ 4 കാര്യങ്ങൾ ആവർത്തിക്കാം. ഞാൻ ശ്രദ്ധിച്ചോണം, കുറിച്ചത് ശരിയാണോ എന്നറിയാം. 1, ദ പർപ്പസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. 1:20 വാക്യം. 2, ക്രിസ്ത്യ ജീവിതത്തിൻ്റെ മാതൃക, ദ പാറ്റേൺ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. 2-ാം അധ്യായം 5-ാം വാക്യം. 3, ദ ഹോപ്പ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രതീക്ഷ, പ്രത്യാശ. അതെന്ന് പറയുന്നത് 3-ാം അധ്യായം 20-21. 4-ാമത്തേത് ദ പവർ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ശക്തി. അത് 4:13 വാക്യമാണ്. 4-ാം അധ്യായം 13 വാക്യം. ഇത്രയും കാര്യങ്ങളാണ് ഫിലിപ്പിയ ലേഖനത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ വായിച്ച വാക്യത്തിലെ മറ്റൊരു ചിന്തയാണ്
അത്യുത്തമമല്ലോ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ എന്നുള്ളത്. ആ ഭാഗത്തിലേക്ക് വരാൻ സമയം കിട്ടുമെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി അതും കൂടെ ചിന്തിക്കും. അതല്ലെങ്കിൽ ഈ 4 കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് കൃത്യസമയത്ത് നമുക്ക് ആശീർവാദം പറയേണ്ടതുണ്ടല്ലോ. ശ്രദ്ധിക്കാം, ഇനി പഠിച്ചു തുടങ്ങാം ഗൗരവമായ ഈ 4 കാര്യങ്ങൾ. ഓക്കെ, എന്താണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ഒരാൾ ക്രിസ്ത്യ ജീവിതം ഇവിടെ നയിക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം എന്താ? പാടി പ്രാർത്ഥിച്ച് ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായി ഏതെങ്കിലും ഒരു പാസ്റ്ററുടെ വിശ്വാസിയായിട്ട് ഇങ്ങനെ പോവുക എന്നുള്ളത് മാത്രമാണോ? അല്ല, നമുക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യം? നന്നായി വ്യക്തമാക്കുന്ന ഒരു വാക്യമാണ് 1:20 വാക്യം. വായിച്ച് 1-ാം അധ്യായം 20-ാം വാക്യം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം വെളിപ്പെടുത്തുന്ന ഈ വാക്യത്തിൻ്റെ വിശദാംശങ്ങൾ വളരെ ഗൗരവമായി ആഴത്തിൽ എല്ലാവരും അപഗ്രഥിക്കണം. ദീർഘമായൊരു വാക്യം അങ്ങനെ വായിച്ചു വിട്ടാൽ മാത്രം പോരെ, പദാനുപദമായി അതിനെ പഠിക്കണം. ശ്രദ്ധിച്ചു കേട്ടെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട്. എന്ന ഘടനയാണ് ആ വാക്യത്തിനെന്നറിയാം. നമ്മൾ വായിച്ചു വിട്ടിട്ടുണ്ട് 156 പ്രാവശ്യം. പക്ഷേ അതിനെ ഇങ്ങനെ ചിന്തിക്കണം, ഒന്നിലും ലജ്ജിച്ചു പോകാതെ. ഒന്നിലും എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായി? ഒന്നിലും എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായി? നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു റോളല്ല, ഒട്ടനവധി റോളുകളുണ്ട് ജീവിതത്തിൽ. സമ്മതിക്കുന്നുണ്ടോ ആ കാര്യം? ഒരു റോളല്ല, പിന്നെ ഒത്തിരി റോളുകളുണ്ട്. ആ റോളുകളിൽ ഒന്നിലും നമ്മൾ എന്തോ ചെയ്യരുത്, ലജ്ജിച്ചു പോകരുത്. ആ റോളുകളിലെല്ലാം നമുക്ക് ആരെ വെളിപ്പെടുത്തണം? യേശുവിനെ വെളിപ്പെടുത്തണം. വിശദീകരിച്ച് ഞാൻ ഇങ്ങനെ പറയാം. ഇപ്പം എനിക്ക് നിങ്ങളുടെ മുമ്പാകെയുള്ള റോളെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ പ്രസംഗകൻ എന്ന റോളാണ്. നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം, നിങ്ങളെൻ്റെ ശ്രോതാക്കളും ഞാൻ നിങ്ങളുടെ പ്രസംഗകനുമാണ്. അപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യരുത്? ലജ്ജിച്ചു പോകരുത്. പ്രസംഗിക്കാൻ വന്ന് ഞാൻ പാട്ടും പാടിയിട്ട് പോയാൽ ലജ്ജിച്ചു പോയി. പ്രസംഗിക്കാൻ വന്ന് ഞാൻ ഏതെങ്കിലും കോമഡി പറഞ്ഞിട്ട് പോയാൽ അതുകൊണ്ട് പ്രയോജനമില്ല. പ്രസംഗിക്കാൻ വന്ന ഞാൻ വാക്യം വായിച്ചിട്ട് ഏതെങ്കിലും വഴി പോയാൽ രക്ഷയില്ല. പ്രസംഗം അതിൻ്റെ പൂർണ്ണതയിൽ ഗൗരവമായി നിങ്ങൾക്ക് കിട്ടണം. എങ്കിലേ എനിക്ക് ലജ്ജിക്കാത്ത ഒരു ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യും? ലജ്ജിച്ചു പോകും. അപ്പം ശ്രോതാക്കളുടെ മുമ്പിൽ പ്രസംഗങ്ങൾ ലജ്ജിക്കാതിരിക്കണമെങ്കിൽ ആ വിഷയത്തിൻ്റെ പൂർണ്ണതയും ആത്മാർത്ഥതയും കാണിച്ചേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ തമ്മിലുള്ള ബന്ധം അതാണ്, ശ്രോതാക്കൾ പ്രസംഗകൻ. പക്ഷേ എനിക്ക് ജീവിതത്തിൽ ഈ ഒറ്റ റോള് മാത്രമല്ല, ഒട്ടനവധി റോള് വേറെയുണ്ട്. കഴിഞ്ഞ 27 വർഷമായി ഞാനൊരു സ്ത്രീയുടെ ഭർത്താവാണ്. ഭർത്താവ് എന്ന റോൾ എനിക്കുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ആൻസി, നിങ്ങൾക്കൊക്കെ പരിചയമായിരുന്ന അനുഗ്രഹീത കർത്തൃദാസൻ പാസ്റ്റർ JC പാറക്കടവിൽ, അദ്ദേഹത്തിൻ്റെ ഏക സഹോദരിയാണ് എൻ്റെ ഭാര്യ. അതറിയാമോ? അങ്ങനെ ഒരു ബന്ധമാണ് ഞങ്ങൾക്ക് തമ്മിൽ. അദ്ദേഹം എൻ്റെ അധ്യാപകനായിരുന്നു. അപ്പോൾ തന്നെ അതിനുശേഷം അദ്ദേഹം എൻ്റെ അളിയനായി മാറി. ഒരേ ഒരു സഹോദരി. അവർ 5 ആണുങ്ങൾക്കൊറ്റ പെങ്ങളാണ് ഉള്ളത്. ആ പെങ്ങളാണ് എൻ്റെ ഭാര്യ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ആ സ്ത്രീയുടെ ഭർത്താവാണ്. അപ്പോൾ പ്രസംഗകൻ എന്ന റോള് മാത്രമല്ല, ഭർത്താവ് എന്ന റോളുണ്ട്. അവിടെയും എനിക്ക് യേശുവിനെ വെളിപ്പെടുത്തിയേ പറ്റും. പ്രസംഗകൻ എന്ന നിലയിൽ ശ്രോതാക്കളുടെ മുമ്പിൽ എനിക്ക് യേശുവിനെ വാക്കുകൾ കൊണ്ട്, ഭാഷ കൊണ്ട്, പ്രസംഗം കൊണ്ട്, വിഷയം കൊണ്ട്, അവതരണം കൊണ്ട് വെളിപ്പെടുത്തണം. ഭാര്യയുടെ മുമ്പിൽ ഭർത്താവ് എന്ന നിലയിൽ യേശുവിൻ്റെ പ്രകൃതം എനിക്ക് വെളിപ്പെടുത്തിയേ പറ്റൂ. എന്നേക്കാൾ നീളത്തിലും വണ്ണത്തിലും വളർന്ന 2 ആൺപിള്ളേരുണ്ട് എനിക്ക്. മനസ്സിലായോ? 2 ആൺപിള്ളേരാണ് ഉള്ളത്. മൂത്ത മകൻ ബൈബിൾ സെമിനാരിയിൽ വചനം പഠിക്കുന്നു. ഇളയ മകൻ +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നു. 2 പേരും എന്നേക്കാൾ നീളത്തിലാണ്. അവർ പപ്പ എന്നും പറഞ്ഞ് എൻ്റെ നേരെ വരുമ്പോൾ ആ പപ്പായിലൂടെ ഞാൻ വെളിപ്പെടുത്തേണ്ടത് യേശുവിനെയാണ്. ആ റോളിൽ ഞാൻ ലജ്ജിച്ചു പോകരുത്. എനിക്ക് 3 സഹോദരിമാരാണുള്ളത്. അവരുടെ ഒരേ ഒരു സഹോദരനാണ് ഞാൻ. ആ സഹോദരൻ എന്ന നിലയിൽ ഞാൻ യേശുവിനെ വെളിപ്പെടുത്തിയേ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ആ 3 സഹോദരിമാർക്കും കൂടെ 3 3 6 3 9 മക്കളുണ്ട്. ആ 9 മക്കളുടെ ഒരേ ഒരു അങ്കിളാണ് ഞാൻ. അങ്കിൾ എന്ന നിലയിൽ യേശുവിനെ വെളിപ്പെടുത്തിയേ പറ്റുള്ളൂ എനിക്ക്. 3 സഹോദരിമാർക്കും കൂടെ ഭർത്താക്കന്മാർ 3, എൻ്റെ സഹോദരിയുടെ സഹോദരന്മാർ 3, അങ്ങനെ 5 3 8 അളിയന്മാരുണ്ട് എനിക്ക്. അളിയന്മാരുടെ 8 പേരുടെ ഒറ്റ അളിയനാണ് ഞാൻ. ആ അളിയൻ എന്ന നിലയിൽ എനിക്ക് വെളിപ്പെടുത്തേണ്ടത് യേശുവിനെയാണ്. എൻ്റെ മാതാപിതാക്കളിൽ പിതാവ് കർത്തൃസന്നിധി ചേർക്കപ്പെട്ടു, മമ്മി എൻ്റെ കൂടെയുണ്ട്. ആ മമ്മിയുടെ ഏക മകനാണ് ഞാൻ. ആ മകൻ എന്ന നിലയിൽ എനിക്ക് ആരെ വെളിപ്പെടുത്തണം?
യേശുവിനെ വെളിപ്പെടുത്തണം. വേറെ അപ്പനും അമ്മയും എനിക്കുണ്ട്, എൻ്റെ ഭാര്യയുടെ മാതാപിതാക്കൾ, അവരുടെ ഏക മരുമകനാണ് ഞാൻ. അവിടെയും ഞാൻ യേശുവിനെ വെളിപ്പെടുത്തിയേ പറ്റുള്ളൂ. ഞാൻ പഠിപ്പിച്ച 100,000 വിദ്യാർത്ഥികളുണ്ട്, അവരുടെ അധ്യാപകനാണ്. അവിടെയും എനിക്ക് യേശുവിനെ വെളിപ്പെടുത്തിയേ പറ്റൂ. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ വിശ്വാസികളുടെ മുമ്പിൽ എനിക്ക് എബ്രഹാമിനെ വെളിപ്പെടുത്തിയാൽ പോരാ, യേശുവിനെ വെളിപ്പെടുത്തണം. കണ്ടോ, എൻ്റെ അയൽവാസികളുടെ മുമ്പിൽ യേശുവിനെ വെളിപ്പെടുത്തിയേ പറ്റൂ. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ആരുമായിട്ടൊക്കെ ബന്ധമാകുന്നു അവരുടെയൊക്കെ മുമ്പിൽ എനിക്ക് ആരെ വെളിപ്പെടുത്തണം? അതാ പറയുന്നത്, ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യത്തോടെ. അല്ല, ഞാൻ എൻ്റെ ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ കേട്ടോണ്ടിരിക്കാനൊരു സുഖം ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നോക്കി, എത്ര റോളുകളാണ് ഉള്ളത്. ആ റോളുകളിലെല്ലാം യേശുവാണ് വെളിപ്പെടേണ്ടത്. ഭർത്താവിൻ്റെ മുമ്പിൽ, ഭാര്യയുടെ മുമ്പിൽ, അമ്മയുടെ മുമ്പിൽ, അപ്പൻ്റെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ, മാതാപിതാക്കളുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ, കൂട്ടുകാരുടെ മുമ്പിൽ, കൂട്ടായ്മക്കാരുടെ മുമ്പിൽ നമുക്ക് വെളിപ്പെടുത്താൻ ഒറ്റയാളത്വമേ ഉള്ളൂ. നസറേയനായ യേശുവാണ്. യേശു നമ്മിൽ വെളിപ്പെടണം. യേശുവിനെ നമ്മിൽ വെളിപ്പെടുത്തണം. ഏത് ഭാവരൂപങ്ങളിലും യേശു നമ്മിൽ പ്രകടമാകണം. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഹല്ലേലൂയ. എല്ലാ റോളിലും യേശുവിനെ വെളിപ്പെടുത്താൻ കഴിയുന്നുണ്ടോ അച്ഛാ? ആൻറ്റി, എല്ലാ റോളിലും യേശുവിനെ വെളിപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? അമ്മ എന്ന റോളിൽ താങ്കൾ വിജയിച്ചിട്ടുണ്ട്, സത്യമാണ്. കാരണം മക്കൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ അമ്മയെ പോലൊരു പൊന്നമ്മ വേറെ ഇല്ലെന്നാ. അമ്മ എങ്ങനെ ഉണ്ടെന്ന് മക്കളെ വിളിച്ച് ചോദിച്ചു നോക്കും. അയ്യോ, ഞങ്ങളുടെ അമ്മയെ പോലൊരു തങ്കമ്മ വേറെ ഇല്ലെന്ന്. പേര് വേറെ ഏതാണ്ടാണെങ്കിലും പിള്ളേർ തങ്കമ്മ, പൊന്നമ്മ എന്നൊക്കെയാണ് വിളിക്കുന്നത്. എൻ്റെ സ്വീറ്റ് മമ്മി എന്നൊക്കെയാണ് വിളിക്കുന്നത്. കാര്യം സാധിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും ചിലപ്പം മമ്മി അങ്ങനെ സോപ്പിടുന്നത്. എന്നാലും മമ്മി സ്വീറ്റ് മമ്മിയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്വീറ്റ് മമ്മി എന്ന് മക്കൾ വിലയിരുത്തുന്ന ആ മമ്മിയുടെ തന്നെ മരുമക്കളെ വിളിച്ച് ചോദിക്കണം, തള്ള എങ്ങനെ ഉണ്ടെന്ന്. എന്തോ പറയും? മക്കൾ എന്നാ പറഞ്ഞു? സ്വീറ്റാണ്, തങ്കമാ, പൊന്നാന്ന് പറഞ്ഞു. മരുമോൾ എന്നാ പറയും അമ്മയെക്കുറിച്ച്? അല്ല, എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മോളെ വിളിച്ച് അതാണ്ട് ചോദിക്കുന്നത് കേട്ടല്ലോ. മോൾ എന്നാ പറഞ്ഞു? മോള് പറഞ്ഞു സ്വീറ്റാണ്, തങ്കമമ്മയാന്നാ പറഞ്ഞ. കൊള്ളാം. അവരെ പോലെ ഒരു കല്ലമ്മ വേറെ ഇല്ലെന്നാ മരുമോള് പറയുന്നത്. ഒരു ഉരുക്കമ്മ വേറെ ഇല്ലെന്നാ പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയാം? അടിസ്ഥാനപരമായ കാരണം എന്താ? അമ്മ എന്ന റോളിൽ നന്നായി ഷൈൻ ചെയ്യും. പക്ഷേ അമ്മാവിയമ്മ എന്ന റോളിൽ വന്നപ്പോഴേക്ക് തരികിട ദിത്ത ഇന്ന് തറയിപ്പോയി. റോളിൽ മാറിയപ്പോൾ മാറി. ചേട്ടത്തി എന്ന റോള് കൊള്ളാം താങ്കളെ, അനിയത്തി എന്ന റോള് കൊള്ളാം. പക്ഷെ നാത്തൂൻ എന്ന റോൾ എങ്ങനെ കൈകാര്യം ചെയ്യുക? അനിയൻ എന്ന റോള് കൊള്ളാം, ചേട്ടൻ എന്ന റോള് കൊള്ളാം. പക്ഷെ അളിയൻ എന്ന റോൾ എങ്ങനെ കൈകാര്യം ചെയ്യും? അപ്പൻ എന്ന റോള് കൊള്ളാം, പക്ഷെ അമ്മാവിയപ്പൻ എന്ന റോൾ എങ്ങനെ കൈകാര്യം ചെയ്യും? അയൽവാസി എന്ന റോൾ എങ്ങനെ കൈകാര്യം ചെയ്യും? റോൾ ഒന്നല്ലെന്ന് ഒത്തിരി ഉണ്ട്. ആ റോളിലെല്ലാം ആര് വെളിപ്പെടണം? ആലയത്തിലെ അന്യഭാഷയും ആലയത്തിലെ പാട്ടിനനുസരിച്ചുള്ള ശരീരത്തിൻ്റെ വൈബ്രേഷനുമല്ല കാര്യം. ഏത് നാട്ടുകാരൻ്റെ മുൻപിലും യേശുവിനെ വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരാത്മീക സംസ്കാരം നമുക്കുണ്ടായേ പറ്റത്തുള്ളൂ. ആരും നമ്മെ ആക്ഷേപം പറയരുത്. നമ്മുടെ സൗമ്യതയും ശാന്തതയും ശാലീനതയും യേശുവിനെ പോലെ. നാട്ടുകാർ പറയണം യേശുവിനെ പോലെ. ആൻറ്റി, ഞാൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങളെ, ഞാൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ചേട്ടാ, ഞാൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. യേശുവിൽ മാത്രമേ ഈ ത്യാഗവും സഹനവും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ, കേട്ടിട്ടുള്ളൂ. യേശുവിൽ മാത്രമേ ഇത്ര വലിയ സ്നേഹം ഞാൻ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളിലാ കാണുന്നതെന്ന് നമ്മളെക്കുറിച്ച് പറയണം. അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. നാട്ടുകാർ നമ്മോട് ചോദിക്കണം, ആർ യു ജീസസ്? ആർ യു ജീസസ്? നമ്മുടെ കയ്യിൽ വേദോത്സവം ഇരിക്കുന്ന കണ്ടുകൊണ്ട്, പാട്ടോത്സവം ഇരിക്കുന്ന കണ്ടുകൊണ്ട്, പള്ളിയിലോട്ടായിരിക്കും അല്ലേ അങ്ങനെ ചോദിക്കാറുണ്ട് ആളുകൾ. കാരണം നമ്മുടെ കയ്യിൽ എന്തോ ഇരിക്കുന്നത് കണ്ടു, പാട്ടോത്സവം. റേഷൻ കാർഡ് മാത്രം ഇങ്ങനെ പിടിച്ചോണ്ട് പോവുകയാണ്, ആ റേഷൻ കടയിലോട്ടായിരിക്കും അല്ലേ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. വേദോത്സവം പാട്ടോത്സവം ഇരിക്കുന്ന കണ്ടുകൊണ്ടാണ് ചോദിച്ചത്, എങ്ങോട്ടാണോ എന്ന്? പള്ളിയിലോട്ടാണോ എന്ന്. അതാണ് എൻ്റെ സംഭവം. പക്ഷേ നമ്മൾ എങ്ങോട്ടാണെന്നുള്ളത് ഒരുമാതിരി ചിന്തിച്ചിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ ഭാവവും രൂപവും കണ്ടിട്ട് യേശുവാണോ എന്ന് ചോദിക്കുന്നൊരു തലത്തിലേക്ക് എത്തുന്നതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. യേശുവിനെ വെളിപ്പെടുത്തുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കഥ പറയാം, ശ്രദ്ധിച്ച് കേട്ടെ. ഇവരെയും കൂടെ എനിക്ക് കൊണ്ടുവരണമല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ അവരിരുന്ന് ഉറങ്ങി കാണിക്കും എന്നെ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു കഥ പറയാം, ശ്രദ്ധിച്ച് കേട്ടോ. കുഞ്ഞുങ്ങളെല്ലാം തിരക്കുള്ളൊരു വലിയ റെയിൽവേ സ്റ്റേഷൻ. ഒത്തിരി ട്രെയിനുകൾ വരുന്നു, ഒത്തിരി ട്രെയിനുകൾ പോകുന്നു. കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഒത്തിരി ട്രെയിൻ വരികയും പോവുകയും ചെയ്യുന്ന ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ. ഒരു
ട്രെയിൻ ഇങ്ങോട്ട് വന്നു. നൂറുകണക്കിന് ആളുകൾ അതിനകത്തുനിന്ന് ഇറങ്ങി. നൂറുകണക്കിന് ആളുകൾ അതിനകത്തോട്ട് കയറാൻ ശ്രമിക്കുന്നു. അവരെ യാത്ര അയക്കാൻ വേണ്ടി കുറേ ആളുകൾ പ്ലാറ്റ്ഫോമിൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നു. വന്നിറങ്ങുന്നവർക്ക് അവരെ സ്വീകരിക്കാൻ കുറേ ആളുകൾ. ഇതാണല്ലോ പ്ലാറ്റ്ഫോമിലെ തിരക്കെന്ന് പറയുന്നത്. യാത്രക്കാരുടെ മാത്രമല്ല, ചുമ്മാ കയറി ചെല്ലുന്ന കുറേ ആളുകളും കൂടെ തിരക്കാവുകയാണ്. ആരുടെയോ അശ്രദ്ധമായിരിക്കുന്ന ഓട്ടം കൊണ്ട് ഉണ്ടായ ഒരു അപകടമാണ് ആ പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധേയമായത്. എന്താണെന്നറിയാമോ? 2 കൈയുമില്ലാത്ത ഒരു മനുഷ്യൻ, 2 കൈയുമില്ല, ജീവിക്കാൻ വേണ്ടി ഓറഞ്ച് കച്ചവടം നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ, കഴുത്തിൽ കെട്ടിവെച്ചിരിക്കുന്നൊരു കൂട നിറയെ തുടുതുടുത്ത ഓറഞ്ച് പഴങ്ങൾ. 2 കൈയുമില്ലാത്തത് കൊണ്ട് അത് കഴുത്തിൽ ഇങ്ങനെ കെട്ടിവെച്ച് നെഞ്ചുകൊണ്ട് ബാലൻസ് ചെയ്ത് ആൾക്കൂട്ടത്തിനിടയിലൂടെ അദ്ദേഹം ശ്രദ്ധയോടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹം വിളിച്ചു പറയും, ഓറഞ്ച് 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 എന്ന് വിളിച്ചു പറയും. ആവശ്യമുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഓറഞ്ച് എണ്ണിയെടുക്കാം. എണ്ണിയെടുത്തതിൻ്റെ അത്രയും ഓറഞ്ചിൻ്റെ തുക അദ്ദേഹം പറയും. ആ തുക ആ കൂടയിലിട്ടാൽ മതി. ഇതാണ് കച്ചവട രീതി. ഓറഞ്ചുമായിട്ട് അദ്ദേഹം ഇങ്ങനെ പോകുന്ന വഴിക്ക് ട്രെയിനിൽ കയറി പറ്റാൻ ആരോ ഓടി വന്ന വഴിക്ക് അശ്രദ്ധമായി ഇദ്ദേഹത്തെ തട്ടി. കൈയില്ലാത്തതുകൊണ്ട് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അദ്ദേഹം പ്ലാറ്റ്ഫോമിലേക്ക് വീണ വീഴ്ചയിൽ തുടുതുടുത്ത ഓറഞ്ച് പഴങ്ങൾ കൂടയ്ക്കകത്തുനിന്ന് ഇങ്ങനെ ഉരുണ്ട് അതുവഴി ഇതുവഴി പോയി. ആളുകൾ അശ്രദ്ധമായി വന്നതുകൊണ്ട് ചവിട്ടി, ചിലത് പൊട്ടി, ചിലത് ഉരുണ്ട് ട്രാക്കിലേക്ക് പോയി. ഇദ്ദേഹം അവിടെ കിടന്നിട്ട് ഈ ഓറഞ്ച് കൂടെ കഴുത്തിൽ കുരുങ്ങിപ്പോയി. അത് എടുത്തു മാറ്റി എഴുന്നേക്കാൻ നിർവാഹമില്ലാതെ അദ്ദേഹം അവിടെ കിടന്ന് പിടയ്ക്കുകയാണ്. പുഴു പോലെ കിടന്ന് നുളയ്ക്കുക. ആരും അദ്ദേഹത്തെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നില്ല. ചെറുപ്പക്കാർ പിള്ളേർക്ക് കൗതുകം. ആ വീണ് കിടന്ന് ഓറഞ്ച് കൂടയുമായി കുരുങ്ങിക്കിടക്കുന്ന മനുഷ്യൻ്റെ ലൈവ് എടുക്കാൻ വേണ്ടി മൊബൈലുമായിട്ട് ചെറുപ്പക്കാർ പിള്ളേർ വട്ടം കൂടുക. എന്നിട്ടും ആരും എഴുന്നേൽപ്പിക്കുന്നില്ല. ട്രെയിൻ പോകാൻ നേരമായി. ഈ ട്രെയിനിൽ തന്നെ പോകാൻ വേണ്ടി പെട്ടെന്ന് ഓടി വന്ന ഒരു മനുഷ്യൻ ഒരു ചെറിയ ആൾക്കൂട്ടം കണ്ടിട്ട് അദ്ദേഹം ഓടി അങ്ങോട്ട് വന്നിട്ട് വകഞ്ഞ ആളുകളെ മാറ്റിയിട്ട് നോക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹം യാത്ര മറന്നുപോയി. ബ്രീഫ് കേസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വീണ് കിടന്നവനെ ചാടി എഴുന്നേൽപ്പിച്ചു, പൊക്കി എഴുന്നേൽപ്പിച്ചു. കഴുത്തിൽ കുരുങ്ങിപ്പോയ ഓറഞ്ച് കൂടെ അദ്ദേഹം അഴിച്ചെടുത്തു. അദ്ദേഹത്തെ അവിടെ പിടിച്ചിരുത്തിയിട്ട് കുറേ ഓറഞ്ചുകൾ നഷ്ടപ്പെടാത്തത്, പൊട്ടിപ്പോകാത്തത്, ചതഞ്ഞു പോകാത്തത് അദ്ദേഹം കൂടയ്ക്കകത്തേക്ക് ഇട്ടു. അതിനകത്തുള്ള നാണയങ്ങളും നോട്ടുകളും ഒക്കെ ചിതറി അവിടെ ഇവിടെയും പോയതെല്ലാം അദ്ദേഹം കളക്ട് ചെയ്ത് അതിനകത്താക്കി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വന്നിട്ട് ആ കവളിലൊന്ന് തട്ടി തലോടിയിട്ട് പറഞ്ഞു, എടോ സാരമില്ല, കുറേ ഓറഞ്ചൊക്കെ നഷ്ടപ്പെട്ടു, അതൊന്നും ഇനി എടുത്തിട്ട് കാര്യമില്ല, ബാക്കി കുറേയൊക്കെ ഉണ്ട്, താങ്കൾക്ക് വിൽപ്പന തുടരാം. ഒന്ന് ചിരിക്കടൂ, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. താൻ എന്നെ ഇങ്ങനെ വലിയ ഏതാണ്ട് ഭയങ്കര സംഭവം നടന്ന പോലെ ഇരിക്കും. താൻ ട്രെയിനിൻ്റെ കീഴിലൊന്നും പോയില്ലല്ലോ. ഇങ്ങനെ വാക്കുകളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചിട്ട് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഈ കൂടെ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ പഴയതുപോലെ കെട്ടിവെച്ചു. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് കുറേ നോട്ടുകൾ എടുത്ത് ആ കൂടയ്ക്കകത്ത് ഇട്ടിട്ട് പറഞ്ഞു, ചതഞ്ഞുടഞ്ഞു പോയ ഓറഞ്ചുകളുടെ എല്ലാം വിലയായിട്ട് ഇതിരിക്കട്ടെ, താങ്കൾക്ക് നഷ്ടമൊന്നും വരണ്ട, വീട്ടിൽ കൊണ്ടുപോകാനുള്ളതല്ലേ, അതുകൊണ്ട് ഇതിരിക്കട്ടെ. ഒന്നും പറയാനാകാതെ സ്വപ്നത്തിൽ എന്ന പോലെ ഓറഞ്ച് കച്ചവടക്കാരൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ട്രെയിൻ മുൻപോട്ട് നീങ്ങി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ട്രെയിൻ പോകുന്നു, ഞാൻ പോട്ടെ, പിന്നെ കാണാം എന്ന് പറഞ്ഞ് ബ്രീഫ് കേസ് കൊടുത്തുകൊണ്ട് ഓടിച്ചെന്ന് കഷ്ടപ്പെട്ട് ട്രെയിനിൻ്റെ വാതിൽ പിടികിട്ടി അദ്ദേഹം അകത്തേക്ക് കയറി. പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതുപോലെ ഓറഞ്ച് കച്ചവടക്കാരൻ ചോദിച്ചു, സർ പ്ലീസ്, നിങ്ങൾ ആരാ, എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, നിങ്ങളുടെ പേരൊന്ന് പറയാമോ? തുരുതുര ചോദ്യങ്ങൾ, പടപടാന്ന് ചോദിച്ചു. ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. വാതിക്ക് കയറി നിന്ന് അദ്ദേഹം ഒരു കൈ കൊണ്ട് കമ്പിയിൽ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അദ്ദേഹം ഇങ്ങനെ കൈ വീശി കാണിച്ചു. അപ്പോഴും ഈ ഓറഞ്ചുകാരൻ ചോദിച്ചു, സർ പ്ലീസ്, നിങ്ങളുടെ പേരൊന്ന് പറയൂ. അദ്ദേഹം പേര് പറഞ്ഞില്ല. ബോഗി ഇങ്ങനെ മുമ്പോട്ട് മായുകയാണ്. അദ്ദേഹം കണ്ണിൽ നിന്ന് അകലുന്നതിന് മുൻപ് പെരുവിരലയിൽ എത്തിക്കുത്തി നിന്നുകൊണ്ട് ആ പ്ലാറ്റ്ഫോമിലെ സകല ശബ്ദങ്ങൾക്കും മീതെ അദ്ദേഹത്തിൻ്റെ കാതിലെ ശബ്ദം ചെന്ന് കയറേണ്ടതിന് ഓറഞ്ച് കച്ചവടക്കാരൻ ചോദിച്ച ചോദ്യം ഇതാണ്, സർ ആർ യു ജീസസ്? സാറേ, നിങ്ങളാണോ യേശു? നിങ്ങളാണോ യേശു? നിങ്ങൾ ആരാന്നൊന്ന് പറ. ഒന്നും മിണ്ടാതിരുന്നപ്പോൾ ഇദ്ദേഹം ചോദിക്കുക, നിങ്ങളാണോ യേശു? യേശുവിനെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ഈ പ്ലാറ്റ്ഫോമിൽ ഒത്തിരി പേരുണ്ടായിരുന്നു, അവരാരും ഇത് ചെയ്തില്ല, എന്നെ സഹായിച്ചില്ല, എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചില്ല, നിങ്ങൾ മാത്രം അത് ചെയ്തു. എനിക്ക് തോന്നുന്നു നിങ്ങളാണ് യേശു. ആർ യു ജീസസ്? എത്ര പേർക്ക് മനസ്സിലായി ഇന്ന് രാത്രിയിൽ നമ്മൾ യേശുവാണോ എന്ന സമൂഹത്തിന് സംശയമുണ്ടാകണം. അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ സഹനങ്ങളിലൂടെ, നമ്മുടെ ത്യാഗങ്ങളിലൂടെ, നമ്മുടെ കൊടുക്കൽ വാങ്ങലിലൂടെ, നമ്മുടെ ഇടപാടുകളിലൂടെ, നമ്മുടെ നിലപാടുകളിലൂടെ
നമ്മുടെ സാമ്പത്തിക വിനിമയത്തിലൂടെ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൂടെ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലൂടെ, നമ്മുടെ സഭാ ജീവിതത്തിലൂടെ, നമ്മുടെ ഏകാന്തതയിലൂടെ, നമ്മുടെ അടച്ച മുറിയിലും തുറന്ന മുറിയിലും എവിടെയായാലും യേശുവിനെ വെളിപ്പെടുത്താൻ കഴിയണം. അതാണ് അവിടെ വാക്യം ശ്രദ്ധിച്ച്, ഞാൻ ഒന്നിനും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യമുണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ. എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചാലും ജീവിച്ചാലും എനിക്ക് ആരെ വെളിപ്പെടുത്തണം? കമോൺ, ഞാൻ മരിച്ചാലും ജീവിച്ചാലും എനിക്ക് ആരെ വെളിപ്പെടുത്തണം? യേശുവിനെ വെളിപ്പെടുത്തണം. അതിപ്പോഴും എന്ന പോലെ എപ്പോഴും. ഇപ്പോഴും എന്ന പോലെ എപ്പോഴും എന്ന് പറഞ്ഞാൽ ചർച്ചിനകത്ത് ഇപ്പോൾ ഇരിക്കുമ്പോൾ നമ്മൾ യേശുവിനെ പോലൊക്കെ ഇരിക്കുക. ഈ ആശീർവാദം കഴിഞ്ഞ് ഇടവഴിയിലൂടെ വീട്ടിലൂടെ നടന്നു പോകുന്ന വഴിക്ക് നമ്മൾ ആര് തന്നെ ആയിരിക്കണം? യേശു തന്നെ ആയിരിക്കണം. ഞായറാഴ്ച സഭായോഗത്തിന് വരുമ്പോൾ യേശു തന്നെ ഒരുങ്ങി വരുന്നത്. ചുരിദാർ ഇട്ട ഒരു യേശു, മുണ്ട് ഷർട്ട് വിട്ട ഒരു യേശു, ജുബ്ബായും ഷർട്ട് വിട്ട ഒരു യേശു, നിക്കറും ഉടുപ്പ് വിട്ട ഒരു യേശു, 3/4 ഇട്ടുകൊണ്ട് വരുന്ന ഒരു യേശു. കുഴപ്പമില്ല, അതൊക്കെ നല്ല കാര്യമാണ്. ആരാധനയ്ക്ക് വരുമ്പോഴും യേശുവുമായിട്ടാണ് നമ്മൾ വരിക. യേശുവിനെ പോലെയാണ് വരിക. ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി വ്യാപാരങ്ങളിലും യേശു തന്നെ ആകണം നമ്മൾ. ആലയത്തിൽ വരുമ്പോൾ മാത്രമല്ല, പള്ളിക്കൂടത്തിൽ ചെല്ലുമ്പോഴും, കോളേജിൽ ചെല്ലുമ്പോഴും, ബിസിനസ്സിന് ചെല്ലുമ്പോഴും, വിദ്യാഭ്യാസത്തിന് ചെല്ലുമ്പോഴും, ഇടവഴിയിലും പെരുവഴിയിലും എല്ലാം ആൻറ്റി അടുക്കളയ്ക്കകത്തും അങ്ങനെ ജോലി സ്ഥലത്തും നീ പണിയുന്ന ഇടങ്ങളിലും പണിസ്ഥലങ്ങളിലും എല്ലാം യേശു തന്നെയാകണം. വേദിയിൽ മാത്രമല്ല, പ്രൈസ് ആൻഡ് വർഷിപ്പിൽ മാത്രമല്ല, എല്ലായിടങ്ങളിലും യേശു തന്നെ. യേശുവിനെ എനിക്ക് വെളിപ്പെടുത്താൻ കഴിയണം. അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇപ്പോഴും എന്ന പോലെ എപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും. സഭയുടെ കൺവെൻഷൻ ആയതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയുന്ന അധികപ്പറ്റാകത്തില്ലെന്ന് തോന്നുന്നു. എവിടെയും യേശുവിനെ വെളിപ്പെടുത്തണം. സഭായോഗത്തിന് വരുമ്പോഴും കമ്മിറ്റിക്ക് വരുമ്പോഴും യേശുവിനെ വെളിപ്പെടുത്തണം. മനസ്സിലാകുന്നുണ്ടോ? പല ഭക്തന്മാർക്ക് യേശുവിനെ വെളിപ്പെടുത്താൻ പറ്റുന്നുണ്ട്. പക്ഷേ കമ്മിറ്റി വരുമ്പോൾ യേശുവല്ല വെളിപ്പെടുന്നത്, വേറെ ആരാണ്ടൊക്കെയാണ് വെളിപ്പെടും. ഈ സഭയുടെ കാര്യമല്ല പറയാം, പൊതുവെയുള്ള കമ്മിറ്റിയൊക്കെ നോക്കിയാൽ സഭയുടെ കമ്മിറ്റി ഇരിക്കാൻ കൊടുത്ത കസേര എടുത്ത് തല്ലാൻ നിൽക്കുക. കമ്മിറ്റി വന്നപ്പോൾ വലിയ വിശുദ്ധൻ, വിശ്വാസി അങ്ങനെ നിൽക്കുക. പാസ്റ്ററുടെ നേരെ കൈ ചുരുട്ടുക, അങ്ങനെയൊക്കെയുള്ള ചില കോലാഹലങ്ങളുടെ സഭയ്ക്കകത്തുണ്ട്. മനസ്സിലായില്ലേ? എവിടെയും നമ്മൾ ആരെ വെളിപ്പെടുത്തണം? യേശുവിനെ വെളിപ്പെടുത്തണം. നമ്മിലെ യേശുവിൻ്റെ ഭാവം മാറിപ്പോകല്ലേ. അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ്. ബോധ്യമായവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി രണ്ടാമത്തേത്, ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആത്യന്തിക മാതൃകയാണ്. 2:5 വാക്യം വായിച്ച്, 2-ാം അധ്യായം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഭാവം, ഇംഗ്ലീഷ് ബൈബിളിലെ വാക്യമാണ് ഏറ്റവും നല്ലത്. The same attitude which was in Christ Jesus. The same attitude എന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശുവിലുള്ള അതേ ഭാവം തന്നെ. അതേ ഭാവം. ക്രിസ്തുവിൻ്റെ ഭാവം എന്തായിരുന്നു? ക്രിസ്തുവിൻ്റെ നിലപാടെന്താ? ഭാവം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ദ ആറ്റിറ്റ്യൂഡാണ്. മനോഭാവം എന്ന് തന്നെ എടുത്തു പറയണം. യേശുവിന് പുരുഷന്മാരുള്ള മനോഭാവം എന്താ? യേശുവിന് സ്ത്രീകളുള്ള മനോഭാവം എന്താ? യേശുവിന് കുഞ്ഞുങ്ങളുള്ള മനോഭാവം എന്താ? യേശുവിന് അധികാരസ്ഥന്മാരുള്ള മനോഭാവം എന്താ? യേശുവിന് എളിയവരോടുള്ള മനോഭാവം എന്താ? യേശുവിന് വെറുക്കപ്പെട്ട സമൂഹം തള്ളിക്കളഞ്ഞവരുള്ള മനോഭാവം എന്താ? യേശുവിന് മത്സ്യബന്ധന തൊഴിലാളികളുള്ള മനോഭാവം എന്താ? യേശുവിന് സാധാരണ പണിക്കാരുള്ള മനോഭാവം എന്താ? ആരെയും യേശു പാർശ്വവൽക്കരിച്ചില്ല. യേശുവിന് എല്ലാവരും പ്രിയരായിരുന്നു. ജനം ചിന്നിയവരും കുഴഞ്ഞവരുമായി കണ്ടിട്ട് അവരോട് സഹതാപം തോന്നി യേശു. സ്തോത്രം. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ലെന്ന് വന്നിട്ട് വീട്ടിൽ കയറാൻ ജാള്യതയോടെ ഈ കടലിൽ മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ച് പടക് വരുന്നത്, വല വരുന്നത്, തൊഴിലാളികൾ വരുന്നത് നോക്കി കണ്ണുന്നിട്ടിരിക്കുന്ന കുറേ തുറക്കാരുണ്ടറിയാമോ? വള്ളം ഇങ്ങോട്ട് അടുക്കുമ്പോൾ എൻ്റെ മോൻ കൊണ്ടുപോയ വള്ളമാണെന്നും പറഞ്ഞ് തള്ള കുറേ വാരിക്കൊണ്ട് പോകും. പിന്നെ പെങ്ങന്മാർ വന്ന് വാരിക്കൊണ്ട് പോകും. പിന്നെ അമ്മാച്ചനും മച്ചാനും മച്ചമ്പി മൈനിയൊക്കെ ഉണ്ട്. അവരുടെ എല്ലാം വാരൽ കഴിഞ്ഞ് വിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ സൗജന്യമായി വാരിക്കൊണ്ട് പോകാൻ ഒരു കുടുംബം മുഴുവനും വന്നിരിക്കുക. അവരുടെയൊക്കെ മുമ്പിൽ അവർ കാണാതെ വള്ളം എങ്ങനെ കൊണ്ട് അടുപ്പിക്കുമെന്ന് ഓർത്ത് പങ്കപ്പാട് പെട്ട് തുഴഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് ഒരു ചോദ്യം, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ? അടിമടി വെച്ചിരിക്കുന്ന കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടുകയല്ലാതെ വേറെ ഒന്നും കൂട്ടാനുണ്ടാകത്തില്ല. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അങ്ങനെ നിരാശപ്പെട്ട് വരുന്നവരോടുള്ള യേശുവിൻ്റെ മനോഭാവം എന്തായിരുന്നു? വഴിയരികിൽ ഇരുന്ന് ഇരക്കുന്നവനോടുള്ള യേശുവിൻ്റെ മനോഭാവം എന്തായിരുന്നു?
അങ്ങനെ യേശുവിൻ്റെ മനോഭാവത്തെ പറയാൻ തുടങ്ങിയെന്ന് രാത്രി മുഴുവനും പറയണം. ആ മനോഭാവങ്ങളെല്ലാം ഉദാത്തമായിരുന്നു. അതേപോലൊരു മനസ്സ് വേണം നമുക്ക് മറ്റുള്ളവരോട്, സഹജീവികളോട്, ബന്ധങ്ങളോട്, സ്വന്തങ്ങളോട്, അയൽവാസികളോട്, മറ്റുള്ളവരോട്, കുഞ്ഞുങ്ങളോട്, കുരുന്നുകളോടൊക്കെ അങ്ങനെ ഒരു മനോഭാവം സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അതെൻ്റെ ജാതിയല്ല, അതെൻ്റെ ഗോത്രമല്ല, എൻ്റെ കുലത്തിലെ അല്ല, എൻ്റെ കുടുംബത്തിലെ അല്ല, എൻ്റെ വീട്ടുകാരുടേതല്ല, ഞാനുമായി ബന്ധമില്ല, എൻ്റെ സഭയുടേതല്ല, എൻ്റെ സെൻട്രലേതല്ല, എൻ്റെ സെക്ഷൻ്റേതല്ല എന്ന് പറഞ്ഞ് അകറ്റിവിടാൻ നമുക്ക് പറ്റില്ല. ചേർത്ത് നിർത്തിയേ പറ്റൂ, കൂട്ടിരിപ്പുകാരായേ പറ്റൂ, വിളമ്പിയേ പറ്റൂ, അവരെ ഉടുപ്പിച്ചേ പറ്റൂ, അവരുടെ കൂടെ ഇരുന്നേ പറ്റൂ. അതാ യേശുവിൻ്റെ മനോഭാവം. ആരുമായിട്ടും ഒരു നിഗൂഢ മനോഭാവമില്ല, എല്ലാവരുമായി സുതാര്യ മനോഭാവമായിരുന്നു. അപ്പം യേശുവിനെ നോക്കി അങ്ങ് ജീവിക്കണം. യേശുവിൻ്റെ മനോഭാവത്തെ എന്തോ ചെയ്യണം? അനുകരിക്കാൻ കഴിയണം. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട് ഞാൻ പറഞ്ഞു? യേശുവിനെ പോലെ ആകുക എന്നുള്ളതാണ് 2:5. അത്രേ ഉള്ളൂ. ലളിതമായി പറഞ്ഞാൽ നമ്മൾ ആരെ പോലെ ആകുക? യേശുവിനെ പോലെ ആകുമ്പോൾ പത്രാസൊന്നും വില പോകത്തില്ല. യേശുവിനെ പോലെ ആകുമ്പോൾ നമുക്ക് ചുമ്മാ ഗമയെടുക്കാനും പറ്റില്ല, താൻപോരുമ എടുക്കാൻ പറ്റത്തില്ല, തലക്കനം എടുക്കാൻ പറ്റത്തില്ല. സൗമ്യതയും ശാന്തതയും ശാലീനതയുമായി പോകാനേ പറ്റത്തുള്ളൂ യേശുവെ പോലെ. കുറിക്കുന്നവർ പടപടപടപടാന്ന് കുറിക്കാമെങ്കിൽ 2, 3, 4, 5 വാക്യങ്ങൾ ഞാൻ തരാം ഈ പോലെ പോലെ എന്നുള്ളതിന്. ഇനി പറയുന്ന വാക്യങ്ങളിലെല്ലാം പോലെ പോലെ എന്നുണ്ട്. ക്ലാസ് ആയതുകൊണ്ട്, പഠനമായതുകൊണ്ട് ആ വാക്യങ്ങൾ ഉപകാരമാകും. പെട്ടെന്ന് കുറിച്ചോണം. യേശുവെ പോലെ ആകണമെങ്കിൽ യേശു അനുസരിച്ച പോലെ അനുസരിക്കണം. യോഹന്നാൻ 15:10 വാക്യമാണ്. ഞാൻ അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ. കണ്ടോ, പോലെയുണ്ട് അവിടെ. വചനം അനുസരിക്കുന്നതിൽ ആരെ പോലെ വേണം? യേശുവെ പോലെ. 15:10. അടുത്തത് സ്നേഹം യേശു സ്നേഹിച്ച പോലെയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് ആരെ പോലെ സ്നേഹിക്കണം? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം എന്തോ ചെയ്യണം? ലവ് വൺ അനദർ. ഞാൻ സ്നേഹിച്ച പോലെ. കണ്ടോ, ആ പോലെ എന്നുള്ളത് മറക്കരുത്. അത് 15:12 വാക്യമാണ്. യോഹന്നാൻ 15:12. അടുത്തത് ചെയ്യുന്നതെല്ലാം യേശു ചെയ്ത പോലെ ചെയ്യണം. അത് 13:15 വാക്യമാണ്. യോഹന്നാൻ 13:15. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് എന്തോ ചെയ്തിരിക്കുന്നു? ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. കണ്ട വാക്യം 13:15 വാക്യം. യേശു ചെയ്തതുപോലെ. ഞാൻ ഈ പറയുന്ന വാക്യങ്ങളിലൊക്കെ പോലെ 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 ഉണ്ട്. അടുത്തത് ക്ഷമിക്കുന്ന കാര്യത്തിലും യേശുവെ പോലെ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും എന്തോ ചെയ്യണം? നമുക്ക് ക്ഷമിക്കാനൊന്നും ചിലപ്പോൾ പറ്റത്തില്ല, പക്ഷെ വചനം പറയുന്നു ആര് ക്ഷമിച്ച പോലെ? യേശു ക്ഷമിച്ച പോലെ. എത്ര പേർക്ക് മനസ്സുണ്ടതിന്? എത്രയോ കാലപ്പഴക്കമുള്ള പലതും ക്ഷമിക്കാതെ ഇന്നും അകത്തിങ്ങനെ വെച്ചോണ്ടിരിപ്പുണ്ട്. പക്ഷേ കൊലോസ്യർ 3:13 പറയുന്നത് യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം. ഹല്ലേലൂയ. യേശുവിൻ്റെ കുരിശിലെ മൊഴികൾ അറിയാമോ? കുരിശിലെ മൊഴികളിൽ ദാഹിക്കുന്നു എന്നുള്ളത് എത്രാമത്തെ മൊഴിയാ മക്കളെ? എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു ഉറക്കെ നിലവിളിച്ചത് എത്രാമത്തെ മൊഴിയാ? അങ്ങനൊന്നും ചോദ്യമൊന്നും ചോദിക്കരുത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നാൽ മതി. ഞങ്ങൾ ഇങ്ങനെ കേട്ട് എഴുതിക്കൊണ്ടിരുന്നോളാം. കുരിശിലെ മൊഴിയിൽ ദാഹിക്കുന്നു എന്നുള്ളത് 5ാമത്തെ മൊഴിയാ. 5ാമത്തെ മൊഴി. ഗുഡ്. 1ാമത്തെ മൊഴി ഏതെന്നറിയാമോ? ഇവരോട് ക്ഷമിക്കണമേ. ദാഹിച്ച് തൊണ്ട വരണ്ടിട്ടും അത് ആദ്യം പറയാതെ തന്നോട് ക്രൂരകൃത്യം ചെയ്തവരോടുള്ള പാതകം ദൈവമേ ക്ഷമിക്കണമേ എന്ന് ആദ്യം പ്രാർത്ഥിച്ചത് യേശുവാണ്. അതാ യേശുവിൻ്റെ ക്ഷമയുടെ മഹത്വം. അപ്പം യേശു ക്ഷമിച്ച പോലെ. അടുത്തത് യേശു ജയിച്ച പോലെ ജയിക്കണം. വെളിപ്പാട് 3:21 വാക്യം. യേശു ജയിച്ച പോലെ ജയിക്കണം. അത് ഏറ്റവും ശ്രേഷ്ഠമായൊരു കാര്യമാണ്. യേശു ജയിച്ചതുപോലെ ജയിക്കുക. എങ്ങനെങ്കിലും ജയിച്ചാൽ പോരാ, യേശു ജയിച്ച പോലെ തന്നെ ജയാളികളായി നിൽക്കാൻ നമുക്ക് കഴിയണം. പണ്ട് SSLC ജയിച്ചില്ലേ? 210 മാർക്ക് വാങ്ങിച്ച്, ഓർമ്മയുണ്ടോ? കഷ്ടിച്ച് ജയിച്ചതാണ്. 210കാരെല്ലാം കഷ്ടിച്ച് ജയിച്ചതാണ്. അപ്പം മാർക്ക് എത്ര ജയിച്ചോ? പിന്നെ ജയിച്ചു, ഇന്നാ ലഡു എന്നും പറഞ്ഞ് ലഡു കൊടുത്തതാണ്. അപ്പോൾ അടുത്ത ലഡു തിന്നുന്നതിന് മുമ്പ് അടുത്തൊരു ചോദ്യം, എത്ര മാർക്കുണ്ട്? മാർക്ക് എന്തിനാ അറിയുന്നത്? ജയിച്ചല്ലോ, അത് മതി. മാർക്ക് പറയാൻ ആരെങ്കിലും മടിച്ചിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് നമുക്കറിയാം. എത്രയേ ഉള്ളൂ? 210 ഉള്ളൂ. അതാണ്. അത്
കഷ്ടിച്ച് ജയിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ SLC ബുക്ക് ഇന്നും പിള്ളേരെ കാണിച്ചിട്ടില്ലല്ലോ, എവിടെയോ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. വസ്തുവിൻ്റെ ആധാരം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതിനേക്കാൾ വിദഗ്ധമായിട്ടാണ് SSLC ബുക്ക് കൊണ്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്, കുഞ്ഞുങ്ങൾ ആരും കാണാതിരിക്കാൻ. ഇത് 210 മാർക്ക് വാങ്ങിച്ച് ജയിച്ചവർ കഷ്ടിച്ച് ജയം പ്രാപിച്ചവരാ. അങ്ങനെ കഷ്ടിച്ച് ജയിച്ചാൽ പോരാ, യേശു പറയുന്നു ഞാൻ ജയിച്ച പോലെ ജയിക്കണം. വെളിപ്പാട് പുസ്തകം 3:21 വാക്യം, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ ഇരിപ്പാൻ വരം നൽകും, ഞാനും ജയിച്ചെൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന പോലെ. അപ്പം ജയിക്കണം. ആര് ജയിച്ച പോലെ? അപ്പം ഇതാണ് യേശുവെ പോലെയാകുക. അതാണ് ദ പാറ്റേൺ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. യേശുവിനെ പോലെയാകണം. ആഗ്രഹിക്കുന്നവരും മനസ്സിലായവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓക്കെ, അടുത്ത 2 ചിന്തകളുടെ വേഗം പറയാം. മൂന്നാമത്തേതെന്ന് പറയുന്നത് ദ ഹോപ്പ് ഓഫ് ക്രിസ്ത്യൻ ലൈഫാണ്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആത്യന്തിക പ്രത്യാശ എന്താ? ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രതീക്ഷ എന്താ? ഇവിടെ തന്നെ ഇങ്ങനെ നിർമ്മിച്ച നിർമ്മാണ പ്രക്രിയകളും ആരാധനകളും ക്യാമ്പും സെമിനാറും കൺവെൻഷനും ക്ലാസ്സും ഉപവാസ പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകണമെന്നാണോ? അല്ല, ഇതിൻ്റെ എല്ലാം പിന്നിലൊരു ആത്യന്തിക ലക്ഷ്യമുണ്ട്. സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി വരും. ഇറങ്ങി വരുന്ന എന്നെ അവൻ ചേർത്ത് കൊണ്ടുപോകും. കർത്താവിനോടുകൂടെ ഇമ്പങ്ങളുടെ തീരത്ത്, ദ്രവത്വമില്ലാത്തൊരിടത്തേക്ക്, അക്ഷയമായൊരു സ്ഥലത്തേക്ക്, വിൺമയമായൊരിടത്തേക്ക്, ഒരിക്കലും രോഗമോ ദുഃഖമോ ക്ഷീണമോ അലട്ടാത്ത ഒരിടത്തേക്ക് കർത്താവ് എന്നെ കൊണ്ടുപോകും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന കർത്താവ്, പാതാളത്തിൽ നിന്ന് കയറി വരുന്നവനെ അല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാ നമ്മൾ. അതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ആത്യന്തിക പ്രത്യാശ. ആ പ്രത്യാശ അകത്ത് കയറിയവരൊക്കെ കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് ഭയങ്കര പ്രതീക്ഷയോടിരുന്നോണം, ഭയങ്കര പ്രതീക്ഷയോടിരുന്നോണം. ഞാൻ ഒരൊറ്റ ചിന്ത പറഞ്ഞ ആ ഭാഗം വിടാം. ആ വാക്യം കണ്ടോ? ഫിലിപ്പിയ ലേഖനം 3:20-21 പറയുന്നു, നമ്മുടെ പൗരത്വം എവിടാ? സ്വർഗത്തിലാണ്. അവിടെ നിന്ന് നമ്മുടെ കർത്താവ് വരുമെന്ന. ബാക്കിയുള്ള ചിന്തകളൊക്കെ പിന്നെ ഞാൻ പറഞ്ഞോളാം. ആ 21 വാക്യമൊക്കെ നമ്മൾ പിന്നെ ചിന്തിക്കുന്നുണ്ട്, അതങ്ങനെ ഓടിച്ച് പറഞ്ഞാൽ പറ്റില്ല. പക്ഷേ പൗരത്വത്തെക്കുറിച്ച് ഒരൊറ്റ കാര്യം പറയാം. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പൗരത്വം? എന്താ മോനെ പൗരത്വം എന്ന് പറഞ്ഞാൽ? പൗരത്വം എന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ്. അത് ഇംഗ്ലീഷാണെന്ന് എനിക്കറിയാം. മലയാളം പൗരത്വം, ഇംഗ്ലീഷാണ് സിറ്റിസൺഷിപ്പ്. എന്താണ് സിറ്റിസൺഷിപ്പ്? വാട്ട് ഈസ് സിറ്റിസൺഷിപ്പ്? പൗരത്വം എന്ന് പറയും. മിടുക്കൻ. പൗരത്വം എന്താ? സിറ്റിസൺഷിപ്പ്. സിറ്റിസൺഷിപ്പ് എന്താ? അത് പൗരത്വമാണെന്നാ. ഓക്കെ. പക്ഷേ പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ പുരത്തിൻ്റെ അംഗത്വം. അതാണ്. എന്ന് പറഞ്ഞാൽ പട്ടണത്തിൻ്റെ അംഗത്വം. പുരം സമം പട്ടണം. തിരുവനന്തപുരം, പത്തനാപുരം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ പട്ടണം, പട്ടണത്തിൽ അംഗത്വം കിട്ടുക, പട്ടണത്തിൽ റെസിഡൻഷ്യലാകുക, അതിൻ്റെ അംഗത്വം. അതാണ് സിറ്റിസൺഷിപ്പ്, പുരത്തിൻ്റെ അംഗത്വം. നമ്മുടെ പട്ടണം എവിടെയാ? ഇവിടെയല്ല, അങ്ങുയരെയാണ്. ആ പട്ടണത്തിൽ നമുക്ക് അംഗത്വം കിട്ടിയിരിക്കുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. ഇവിടെ ഒരു വിശേഷ ചിന്ത എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാം. അമ്മ നമുക്ക് ജന്മം നൽകിയത് കൊണ്ട് ഈ മണ്ണിൻ്റെ പൗരത്വം ഉണ്ട് നമുക്കിവിടെ. അമ്മ നമ്മെ ജനിപ്പിച്ചത് ഈ മണ്ണിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് ഈ മണ്ണിൻ്റെ പൗരത്വമുണ്ട്. ഇന്ത്യൻ പൗരത്വം നമുക്ക് കിട്ടി. അതുകൊണ്ട് ഇന്ത്യയിലെ മണ്ണിൽ ജനിച്ചവരാണ്. അതുകൊണ്ട് ഇവിടുത്തെ പൗരത്വമുണ്ട്. പക്ഷേ ആത്മാവ് നമ്മെ വീണ്ടും ജനിപ്പിച്ചപ്പോഴാണ് സ്വർഗീയ പൗരത്വം നമുക്ക് കിട്ടിയത്. അമ്മ ജനിപ്പിച്ചപ്പോൾ ഈ മണ്ണിൻ്റെ പൗരത്വവും ആത്മാവ് ജനിപ്പിച്ചപ്പോൾ വിണ്ണിൻ്റെ പൗരത്വം കിട്ടിയവരാ. അങ്ങനെ 2 പൗരത്വം നമുക്കുണ്ട്. എത്ര പേർക്ക് ബോധ്യമായി? 2 പൗരത്വങ്ങളുടെ അവകാശികളാ നമ്മൾ. കേട്ടെ, ഈ ചിന്ത കൂടെ കേട്ടിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. 2 പൗരത്വമുള്ളവർക്ക് 2 കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഈ മണ്ണിൻ്റെ പൗരത്വം നമുക്കുള്ളത് കൊണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ തന്നെ സ്വർഗീയ പൗരത്വം നമുക്കുള്ളത് കൊണ്ട് സ്വർഗീയ ഭരണഘടന, അതാണ് വിശുദ്ധ ബൈബിൾ. ഇത് നമ്മൾ അനുസരിച്ചേ പറ്റൂ. അപ്പം 2 പൗരത്വമുള്ളവർക്ക് എത്ര ഭരണഘടനയുണ്ട്? 2 ഭരണഘടന. ഇത് 2ഉം ഒരേപോലെ അനുസരിക്കുന്നവരാണ് യഥാർത്ഥ പൗരന്മാർ. ഉത്തമ പൗരത്വം എന്ന് പറയുന്നത് അതാണ്. ആത്മീകനാണെന്ന് പറയും, ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്യരുത്. ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുമ്പം ഈ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കരുത്. ഈ 2 നിയമങ്ങളുടെ സമുജ്വലമായി സമുന്നയിപ്പിച്ചുകൊണ്ട്, സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് അതിനെ അനുസരിക്കുമ്പോഴാണ് ഉത്തമ പൗരനായി മാറുന്നത്. അതിനൊരു ഉദാഹരണം, ഒരു ചിന്ത പറയാം. ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എടുത്തെറിഞ്ഞു. രാത്രി സിംഹങ്ങൾ കടിച്ചു കീറി തിന്നു കാണും.
എന്ന ചിന്തയോടെ രാജാവിന് ഉറക്കം വന്നില്ല. ഇരുട്ടുള്ളപ്പോൾ തന്നെ രാജാവ് വന്ന് സിംഹക്കുഴിയുടെ അരികിൽ വന്നു. എന്നിട്ട് ദാനിയേലേന്ന് വിളിച്ച് ദാനിയേലിനോട് സംസാരിക്കാനുള്ള കാരണം, തിന്നു കാണുമെന്ന വിചാരത്തോടെ വരുമ്പോഴും ദാനിയേലേന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? സിംഹക്കുഴിയിൽ വന്നപ്പോൾ അതിരാവിലെ ഈ സിംഹങ്ങളുടെ ഇടയിലിരുന്ന് ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് രാജാവ് കേട്ട് കാണും. പ്രാർത്ഥനാ ശബ്ദം കേട്ടപ്പോഴാണ് ചോദിക്കുന്നത്, ദാനിയേലേ, നീ സേവിച്ച് നിൽക്കുന്ന നിന്റെ ദൈവം നിന്നെ വിടുവിപ്പാൻ പ്രാപ്തനായോ? അപ്പൊ സിംഹക്കുഴി കിടന്നുകൊണ്ട് ഉറക്കച്ചടവിൻ്റെ വാചകത്തിലൊന്നുമല്ല പറയുന്നത്. വ്യക്തമായി, സ്പഷ്ടമായി, സ്ഫുടമായി ദാനിയേൽ പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോണം. മഹാരാജാവേ, അങ്ങ് നീണാൾ വാഴട്ടെ. തലേ രാത്രി സിംഹക്കുഴിയിലേക്ക് എടുത്തു കളഞ്ഞ രാജാവിന് അനുഗ്രഹാശീർവാദങ്ങൾ ദാനിയേൽ പകരുക. നമ്മളായിരുന്നു എന്നാ പറഞ്ഞേനെന്ന് പറ. ഇന്നലെ സിംഹക്കുഴി കൊണ്ട് തള്ളിയ പുള്ളി ഇന്ന് രാവിലെ സുഖം അന്വേഷിക്കാൻ വന്നാൽ നമ്മൾ എന്നാ പറയും? പോരാ കരോ, അല്ലാതെ ഇപ്പം എന്താ പറയാനാ? നമ്മൾ എന്നാ പറയുമെന്നുള്ളത് ഫില്ലിങ് ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ്. നമ്മൾ എന്നാ പറയും? മലയാളികളല്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയാതിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ ആത്മീകനായ ദാനിയേൽ പറയാണ്, മഹാരാജാവേ, അങ്ങ് നീണാൾ വാഴട്ടെ. ഇനി അടുത്ത 2 വാചകം ശ്രദ്ധിച്ചോണം. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് ദൈവം കഴിഞ്ഞ രാത്രിയിൽ തൻ്റെ ദൂതന്മാരെ അയച്ചു, അവയുടെ വായ് അടച്ചു കളഞ്ഞു. അതിൻ്റെ കാരണം ദാനിയേൽ പറയുന്നു, ഞാൻ എൻ്റെ ദൈവത്തിന് മുൻപാകെ കുറ്റമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായി ഞാൻ അനുസരിക്കുന്നവനാണ്. അടുത്ത വാചകം, രാജാവെ, തിരുമുൻപാകെ ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ രാജകീയ നിയമങ്ങളും ഞാൻ ലംഘിച്ചിട്ടില്ല. എൻ്റെ ദൈവത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനും രാജാവിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനും ഒന്നും ലംഘിക്കാതെ ഉത്തമ പൗരനായി ജീവിച്ചാൽ എൻ്റെ നേരെ ഉയരുന്ന സകല വായുകളെയും അടയ്ക്കാൻ ദൈവം തൻ്റെ ദൂതനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഉത്തമ പൗരനായി ജീവിച്ചാൽ മതി, ഉത്തമ വ്യക്തിയായി ജീവിച്ചാൽ മതി. ഒരു വായും നിന്റെ നേരെ തുറക്കത്തില്ല, തുറന്ന ഒരു വായും നിന്റെ നേരെ ഒന്നും പ്രയോഗിക്കത്തില്ല. നിന്നെ വിടിവിപ്പാൻ കഴിയുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. എഴുന്നേൽക്കാൻ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഒരു പോയിന്റ് ബാക്കിയുണ്ട്. നാളെ പകൽ നമ്മളത് ചിന്തിക്കുന്നതായിരിക്കും. വേഗം എഴുന്നേൽക്കാൻ ദൈവസന്നിധിയിലേക്ക്. കേട്ട ആലോചനയുടെ മുൻപാകെ നമ്മെ സമർപ്പിക്കുക. നാം